ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് ടാജറ്റ്, പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ, പുതിയ ടീമിന് പ്രസിഡന്റിനോടൊപ്പം ആവേശത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ എ.പി. അനിൽകുമാർ എം.എൽ.എ, ശ്രീ പി.സി. വിശ്വനാഥ് എം.എൽ.എ, ശ്രീ ഷാഫി പറമ്പിൽ എം.പി, പ്രിയപ്പെട്ട രമ്യ ഉൾപ്പെടെ, വിൻസെൻ്റ് ഉൾപ്പെടെ ഏറെ ബഹുമാന്യരും ആദരണീയരുമായ വേദിയിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട നേതാക്കൾ, മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റുമാർ, KPCCയുടെ ഭാരവാഹികൾ, ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, വളരെ ആവേശത്തോടു ഞാൻ ചെറിയ വാക്കുകൾ കൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കും. വളരെ ആവേശത്തോടു കൂടിയിട്ടുള്ള സമരസംഗമത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്, നേർസാക്ഷ്യം വഹിക്കുകയാണ്. KPCC പ്രസിഡന്റ് മുതൽ വിഷ്ണു വരെയുള്ളതായ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ എല്ലാവരും ഇവിടെ നടത്തി കഴിഞ്ഞു. ഒന്ന്, സംഘടനാപരമായ കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പുതിയ KPCC നേതൃത്വം, ആ നേതൃത്വത്തിൻ്റെ നയം നമ്മളുമായി പങ്കുവച്ചു, സമീപനങ്ങൾ പങ്കുവച്ചു. അതിനനുസരിച്ച് താഴെത്തലം പ്രവർത്തനങ്ങളും കർമ്മപദ്ധതികളും അതേപോലെ വാർത്തെടുത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ള വലിയ ധർമ്മവും സംഘടനാപരമായ ഉത്തരവാദിത്വവും നിർവഹിക്കാൻ എല്ലാ പ്രവർത്തകന്മാരും ആവേശത്തോടുകൂടി രംഗത്തിറങ്ങണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം വന്നതിന് ശേഷം ഒരു വാക്ക് പോലും അധികം പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും കുറവ് പറഞ്ഞിട്ടില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് കൃത്യതയോടുകൂടി പറഞ്ഞ് നിർവചിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടീമും കടന്നു പോകുന്നത്. പുതിയ ടീം വന്നു, പഴയ ടീം മാറി. TM പ്രതാപൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാരുടെ രാധാകൃഷ്ണനുണ്ട്. ആ പുതിയ ടീം വിഭാവനം ചെയ്യുന്ന കേരളത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കുക, ലോക്കൽ ബോഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-നെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യം, അത് വളരെ മനോഹരമായി നിർവഹിക്കാൻ ഊർജ്ജസ്വലമായ ഒരു നേതൃത്വം നമ്മുടെ മുമ്പിലുണ്ട്. ബഹുമാന്യനായ KPCC പ്രസിഡന്റ് കൊച്ചുനാളിൽ, ഞാൻ വയനാട് ജില്ലയിൽ നിന്നുള്ളൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് പറയുന്നു, അദ്ദേഹം നേരെ താഴെയുള്ളതായിരിക്കുന്ന കണ്ണൂർ ജില്ലയിലാണ്. ആ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ആ മേഖലയിൽ നിന്ന് കൊച്ചുനാളിൽ അദ്ദേഹം താമസിച്ചിരുന്നത് വയനാട് ജില്ലയിൽ മാനന്തവാടിക്കടുത്താണ്. പാടത്ത് പണിയെടുത്തും അവിടെ പാടശേഖരങ്ങളിൽ പണിയെടുത്തും കപ്പ കുഴിച്ചിട്ടും പ്രസിഡന്റ് ഒരു ദിവസം യാത്രാമധ്യേ പറഞ്ഞു, ആ സമയത്ത് വെയിലുകൊണ്ട് കപ്പ എടുത്ത് തോളിലൂടെ ഇട്ട് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊലി ഞെരിഞ്ഞതായിരിക്കുന്ന അനുഭവ സമ്പത്ത് ഉൾപ്പെടെ പറഞ്ഞതായിരിക്കുന്ന ഒരു കർഷക പുത്രൻ, ഒരു മലയോര മേഖലയിൽ നിന്നുള്ളൊരു കർഷക പുത്രൻ ചരിത്രത്തിലാദ്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അപ്രതിരോധ്യമായ പദത്തിലേക്ക് കടന്നു വന്ന ഒരു മുഹൂർത്തമാണ്. നാം നമ്മുടെ ദൗത്യങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കണം. നമ്മൾ പരസ്പരം എല്ലാ കാര്യങ്ങളും സംവദിക്കുന്നവരാണ്. കോൺഗ്രസ് പ്രവർത്തകർ 4 ആൾ കൂടുമ്പോൾ
എല്ലാം ഇപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ കുറിച്ചുള്ള പരാതികളാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള പരാതികളാണ്, മറ്റുള്ളവരെ കുറിച്ചുള്ള വീഴ്ചകളാണ്. സ്വന്തം ഉത്തരവാദിത്വം നിർവഹിച്ചതിനെ കുറിച്ചുള്ള ഒരു സംസാരവും നടത്താതെയാണ് നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും നടന്നു പോകുന്നത്. ഭാരവാഹിത്വത്തെക്കുറിച്ച് ശ്രീ ഷാഫി നേരത്തെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു. ഭാരവാഹിത്വം എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നവരാണ്. ഏത് ഭാരം? നൂറ്റാണ്ട് പഴക്കമുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാരം വഹിക്കുന്നവരാണ്. ഇന്ന് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സ്വന്തം ഭാരം പാർട്ടി വഹിക്കുകയാണ്. പാർട്ടിയുടെ ഭാരം വഹിക്കാത്ത ഭാരവാഹികളായി പലരും മാറുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി. രണ്ട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ജില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പടപ്പുറപ്പാടിന് നേതൃത്വം കൊടുക്കാൻ ചരിത്രപരമായി ഊർജം നൽകിയ ജില്ലയാണ്. 9 ആളുകളെയുമായി ലീഡർ എന്നുള്ള മഹത്തായ വാക്യം സ്വന്തം ജീവിത സംജ്ഞയിലേക്ക് ഏറ്റെടുക്കാൻ ലീഡർ ശ്രീ കെ കരുണാകരൻ നടന്നുപോയപ്പോ അദ്ദേഹത്തിന്റെ കൂടെ അന്നും 9 MLA-മാരിൽ 4 MLA-മാരെ പ്രദാനം ചെയ്ത ജില്ലയാണ് ഈ തൃശൂർ ജില്ല. എല്ലാ പ്രതിസന്ധികളെ മറികടക്കാൻ പര്യാപ്തമായ രീതിയിൽ ഊർജ്ജസ്വലമായിട്ടുള്ള നിദാനം പ്രദാനം ചെയ്ത ഒരു ജില്ലയാണ് ഈ തൃശൂർ ജില്ല. തൃശൂർ ജില്ലയെ നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. ആ തിരിച്ചു പിടിക്കാൻ 2 കാര്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഏറ്റെടുക്കണം. ഒന്ന്, സംഘടനാപരമായ ശാക്തീകരണമാണ്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും ശാക്തീകരണമാണ്. അതിൽ ഭാരവാഹികൾ ഭാരം വഹിക്കണം. ആ ഭാരം വഹിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വവും ഭാരവും വഹിക്കണം. 2, ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകന്മാരുടെയും ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളതായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. 4 ആളുകൾ കൂടുമ്പോ മറ്റുള്ളവന്റെ പരാതികൾ പറയുന്നതിന് പകരം, മറ്റുള്ളവന്റെ ഉത്തരവാദിത്ത രാഹിത്യ പ്രവർത്തനങ്ങൾ പറയുന്നതിന് പകരം സ്വന്തം ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പ്രവർത്തന ശൈലിയിലേക്കുള്ള ഒരു പുതിയ മാറ്റം. തൃശൂർ അതിന് കഴിയുന്ന ജില്ലയാണ്, കഴിഞ്ഞിട്ടുള്ള ജില്ലയാണ്, നീണ്ട പ്രവർത്തകന്മാരുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയുടെ ഒരു വലിയതായിരിക്കുന്ന സംഘടനാപരമായ തേജോമയമായ മാറ്റത്തിന് നമുക്ക് ഒരുമിച്ച് പ്രയാണം ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ, ഈ തൃശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാൻ, ഈ ജില്ലയിലെ മുനിസിപ്പൽ പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കാൻ ഒരു വലിയ പടയോട്ടം, ഒരുമിച്ചുള്ള പടയോട്ടം. ആ പടയോട്ടത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നീങ്ങാം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. പ്രിയമുള്ളവരെ, സമരസംഗമം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സമരസംഗമത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും കേരളത്തിൻ്റെ ചാർജുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ദീപദാസ് മുൻഷി എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ എത്താൻ സാധിക്കുന്നില്ല. അദ്ദേഹം മാറപ്രയം തിരുമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട്